നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർ കൈക്കൂലി കേസിൽ കെ.എം. മാണിയുടെ രാജി വീണ്ടും ചർച്ചയാകുന്നു. വിവാദമുയർന്നപ്പോൾ തന്നെ രാജിവെക്കേണ്ടതായിരുന്നുവെന്നും അങ്ങനെയാണെങ്കിൽ മാന്യമായി മന്ത്രിസഭയിൽ തിരിച്ചെത്താമായിരുന്നു എന്നും പി.സി. ജോർജ് പറഞ്ഞു. രാജിയില്ലെന്ന കെ.എം. മാണിയുടെ നിലപാടിനെതിരെ ജോണി നെല്ലൂരും രംഗത്തെത്തി. വിവാദമുണ്ടായപ്പോൾ തന്നെ കെ.എം. മാണി രാജിവെക്കേണ്ടതായിരുന്നുവെന്ന് പി.സി. ജോർജ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാന്യമായി മന്ത്രിസഭയിൽ തിരിച്ചെത്താൻ കഴിയുമായിരുന്നു. ആദ്യകാലത്ത് രാജിവെച്ച് അന്വേഷണം നേരിട്ടിരുന്നെങ്കിൽ അല്പം കൂടി മാന്യമായി ഇപ്പോൾ മാനസാണ് തുടരാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന പ്രവർത്തകരുണ്ട്. കൈക്കൂലിക്കേസിൽ കുറ്റപത്രം കിട്ടിയാൽ രാജിവെക്കില്ലെന്ന കെ.എം. മാണിയുടെ വാക്കുകളിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇക്കാര്യം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. മാണി സാർ ഇപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, നമ്മളെ രാജിവെക്കില്ല എന്ന്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകണം. ഇനി അങ്ങനെ പറയില്ല. അല്ലെങ്കിൽ അദ്ദേഹം എനിക്കെന്തത് കേട്ടപ്പോൾ അല്പം എന്ത് തോന്നുന്നു ഇങ്ങനെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാനോ മറ്റുള്ളവരോ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കോ അറിയാൻ പാടില്ലാത്ത എന്തോ വിശദമായ കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കുന്നത് മാണി സാർ. ആ മനസ്സിലാക്കലിന്റെ ഭാഗം എന്ന നിലയിലാണ് മാണി സാറിനോട് ചോദിച്ചപ്പോൾ അതിൽ ഇങ്ങനെ പറയാനിടയായത്. ആ ചോദ്യകർത്താവിനും ഇത് സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. ആ ചോദ്യം വന്നതിനകത്തും ഉത്തരത്തിനകത്തും ദുരൂഹതകളുണ്ട്. അതേസമയം കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടാലും രാജിവെക്കില്ലെന്ന മാണിയുടെ നിലപാടിനെതിരെ ജോണി നെല്ലൂർ രംഗത്തെത്തി. അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് ഏത് സാഹചര്യത്തിലാണ് എന്ന് എത്ര ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ല. അനവസരത്തിലായി പോയി ആ ചോദ്യവും ഉത്തരവും. മാണിയുടെ അഴിമതിക്കെതിരെയുള്ള അഭിപ്രായം മാറ്റിപ്പറയില്ലെന്ന് അജിത് തറയിൽ റിപ്പോർട്ടറിന്റെ ബിഗ് സ്റ്റോറിയിൽ വ്യക്തമാക്കി. അഴിമതി രഹിത രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾക്ക് വളർന്നു വന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇടമാറാൻ കഴിയുകയില്ല. അഭിപ്രായം മാറ്റി പറയില്ല, പക്ഷെ ചില ഗവൺമെന്റ് വരാം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ, കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ശ്രീ ജോണി നെല്ലൂർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ഇന്നലെ കോൺഗ്രസ് വക്താക്കൾ മാണിയുടെ രാജി, മാണി വിശ്രമജീവിതം നയിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിച്ചതിനെ ചൊല്ലി ഇനി അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല എന്ന് കെ.എം. മാണിയുടെ ആവശ്യപ്രകാരം UDF യോഗത്തിന് ശേഷം PP തങ്കച്ചൻ ഉൾപ്പെടെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി അത് പരസ്യമായി പറയുകയും ചെയ്തു. ഇന്നിപ്പോഴിതാ PC ജോർജ് തന്നെ പറയുന്നു, മാണി നേരത്തെ രാജിവെക്കേണ്ടതായിരുന്നു, കുറ്റപത്രം കിട്ടിയാലും രാജിവെക്കില്ല എന്ന മാണിയുടെ നിലപാട് അത് ശനിയാഴ്ച ചേരുന്ന കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം കേരള കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നു. അല്ല, മാണി സാറ് കുറ്റപത്രം നൽകിയാലും രാജിവെക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതു സാഹചര്യത്തിലാണ് എന്ന് പരിശോധിക്കേണ്ടതാണ്. അത് മുന്നണി മൊത്തത്തിൽ അങ്ങനെ ഒരു നിലപാട് മുന്നണിയും എടുത്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് പാർട്ടിയും അങ്ങനെ നിലപാടെടുത്തിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. മാണി സാർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോഴും ഉള്ളത്. അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിൽ അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അപ്പോൾ കോൺഗ്രസ് അതിന്റെ അഭിപ്രായം പറയും, അതിന്റെ നിലപാട് വിശദമാക്കും എന്നാണ് മുഖ്യമന്ത്രിയും നേതാക്കന്മാരും എല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായവും. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, കെ.എം. മാണിക്കെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ മാണി രാജിവെച്ചിരുന്നു എങ്കിൽ കുറച്ചുകൂടി മാന്യമായ നിലയിൽ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ തിരിച്ചെത്താമായിരുന്നു, അതായിരുന്നു നല്ലത് എന്ന അഭിപ്രായം കേരള കോൺഗ്രസ് പ്രവർത്തകരിലുണ്ട് എന്ന് ശ്രീ PC ജോർജ് പറയുന്നതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? PC ജോർജ് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. അത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് PC ജോർജിന്റെ അഭിപ്രായങ്ങൾ വിലയിരുത്തി അതിന്റെ തീരുമാനം പറയേണ്ടത്. ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. കോൺഗ്രസ് അന്വേഷണം, കാരണം ഈ അന്വേഷണം എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസിന്റെ ഡീറ്റെയിൽസിലേക്കും മറാസിറ്റിയിലേക്കും പോകാതെ എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഒരു FIR-ഉമാണ്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ കുറ്റവാളിയാണ് എങ്കിൽ എന്താണ് എടുക്കേണ്ടതെന്നുള്ള അപ്പോൾ തീരുമാനിക്കും. അഥവാ അദ്ദേഹം നിരപരാധിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇപ്പോൾ ശിക്ഷിക്കുന്നത് ശരിയല്ല, അതിനു മുമ്പ് അത് തീരുമാനമാകുന്നതിന് മുമ്പ് എന്നുള്ള ഒരു നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതുവരെ അദ്ദേഹത്തിന്റെ പിന്നിൽ കോൺഗ്രസ് പാർട്ടി ആ നിലപാടുകൾ ഉറച്ചു നിൽക്കും. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ, അന്വേഷണം നടന്നു, അതിനുശേഷം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അപ്പോൾ തീരുമാനമെടുക്കേണ്ടത്? കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആലും താൻ രാജിവെക്കില്ല എന്ന് കെ.എം. മാണി പറയുമ്പോൾ
ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന കാര്യം അതിലൊരു വ്യക്തത വരുത്താൻ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യം ഇപ്പോൾ സാങ്കല്പികമായതുകൊണ്ടാണ്. നാളെ ആ ചോദ്യം സാങ്കല്പികമല്ല. കാരണം KM മാണി വ്യക്തമാക്കിയിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിച്ചാലും താൻ രാജിവെക്കില്ല എന്ന്. ആ അഭിപ്രായം UDFിനില്ല എന്നും UDF അപ്പോൾ ചർച്ച ചെയ്യുമെന്നും PP തങ്കച്ചൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്വേഷണം നേരിടുന്ന മന്ത്രി മുൻകൂറായി പറയുകയാണ് കുറ്റപത്രം നൽകിയാലും ഞാൻ രാജിവെക്കില്ല എന്ന്. അപ്പോൾ അതിലൊരു വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനില്ലേ? അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നും അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞതാവണം. അതല്ലാതെ കുറ്റപത്രം എന്റെ പേരിൽ സമർപ്പിച്ച ഞാൻ രാജിവെക്കില്ല എന്നൊന്നും ആയിരിക്കില്ല മാണി സാറ് അതിനകത്ത് അർത്ഥം വച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഞാൻ ഇതിൽ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ഒരു പടി കടന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ പറഞ്ഞതാവണം. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് മുന്നണി ഇതുവരെ ആലോചിച്ചു. കാരണം മുന്നണിയുടെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം പോലും ഇല്ല. അങ്ങനെ ഒരു വന്നു കഴിയുമ്പോൾ അങ്ങനെ ആലോചിക്കും. ദയവായി തുടരുക. ശ്രീ ജോണി നെല്ലൂർ, എന്തുകൊണ്ടാണ് താങ്കൾ പറയുന്നത് അനവസരത്തിലായി പോയി KM മാണിയുടെ ഈ പ്രസ്താവന എന്ന്? എന്തുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചാലും രാജിവെക്കില്ല എന്ന് KM മാണി ഇപ്പോൾ പറയുന്നതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ? ഇപ്പോൾ പ്രതിപക്ഷം സമരം നടത്തുന്നു, UDF ആകെ പ്രതിസന്ധിയിലാണ്. ഈ സമയം നോക്കി തന്നെ മാണി അടുത്തയടി അടിക്കുകയാണ്. UDFിൽ നിന്നാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നത്, കുറ്റപത്രം സമർപ്പിച്ചാലും രാജിവെക്കില്ല എന്ന്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്താണ് ആ പ്രസ്താവന താങ്കളെ അത്ഭുതപ്പെടുത്താൻ കാരണം? പ്രകാശ്, വളരെ വ്യക്തമാണല്ലോ. പ്രിയപ്പെട്ട ജോസഫ് വാഴക്കൻ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ കുറേ കൂടി വ്യക്തമായല്ലോ. ഞാൻ പറഞ്ഞത് തന്നെയാണ് ജോസഫ് വാഴക്കൻ പറഞ്ഞതും. അതായത് ഒരു FIR ഇട്ട് KM മാണിയുടെ പേരിൽ FIR ഇട്ട് മാണി സാറിൻ്റെ പേരിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ആ അന്വേഷണത്തിൻ്റെ ഗതി എന്താകുമെന്ന് അറിയുന്നതിന് മുമ്പ് ചാർജ് കൊടുക്കുകയില്ല എന്ന് മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് കൊണ്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടത്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുകളും നാളിതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീ ജോണി നെല്ലൂർ KM മാണിക്ക് അങ്ങനെ ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ KM മാണി പറയേണ്ടത് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണല്ലോ, അന്വേഷണം നടക്കട്ടെ, ഒരു കാരണവശാലും ഞാൻ കുറ്റക്കാരനായിരിക്കില്ല, എനിക്ക് കുറ്റപത്രം ലഭിക്കില്ല എന്നല്ലേ പറയേണ്ടത്. മറിച്ച് KM മാണി പറയുന്നത് തനിക്ക് കുറ്റപത്രം ലഭിച്ചാൽ താൻ രാജിവെക്കില്ല എന്നാണ്. അതേക്കുറിച്ചാണ് ശ്രീ PC ജോർജ് ഇന്ന് റിപ്പോർട്ടറോട് പറഞ്ഞത്. കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും ശ്രീ PC ജോർജിനും അറിയാത്ത ചില കാര്യങ്ങൾ ഈ കുറ്റപത്രത്തെ സംബന്ധിച്ച് KM മാണിക്ക് അറിയാം. അതുകൊണ്ടാണ് ആ ചോദ്യം ഉയർന്നതും അതിന് KM മാണി ആ ഉത്തരം നൽകിയതും എന്ന്. അപ്പോൾ കുറ്റപത്രത്തെക്കുറിച്ചുള്ള മുൻധാരണ അതുണ്ടായേക്കാം എന്ന തിരിച്ചറിവ് അതാണ് KM മാണിയെ കൊണ്ട് പറയിപ്പിച്ചതെങ്കിൽ അത് അനവസരത്തിലാണെന്ന് താങ്കൾ പറയുമ്പോൾ ആ കാര്യത്തിൽ UDFിനും താങ്കളുടെ പാർട്ടി ഉൾപ്പെടെയുള്ളവർ കുറ്റപത്രം സമർപ്പിച്ചാൽ മാണി രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായ പ്രകടനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടത്താൻ നിർബന്ധിതരായിരിക്കുകയല്ലേ? ഇല്ല, ഞങ്ങൾ വളരെ വ്യക്തമാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ അത് സംബന്ധിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്തേണ്ട ഒരു സാഹചര്യമില്ല. നാളെ വെള്ളം പൊങ്ങുമെന്ന് പറഞ്ഞ് ഇന്നേ തോണി അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നാളെ വെള്ളം പൊങ്ങുകയാണെങ്കിൽ ആ സമയത്ത് തോണി അന്വേഷിച്ചാൽ പോരെ? അത് മാണിയോടാണ് പറയേണ്ടത്, അല്ലാണ്ട് ഞങ്ങളോടല്ല പറയേണ്ടത്. വെള്ളം പൊങ്ങുമ്പോൾ തോണി അന്വേഷിച്ചാൽ മതിയെന്ന്. തോണി ഇറക്കിക്കഴിഞ്ഞിരിക്കുന്നു KM മാണി. ശ്രീ അജയ് തറയിൽ, താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ വക്താക്കളായവർ ചില അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിക്കകത്തും പുറത്തും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നടത്തി. അപ്പോൾ നിങ്ങളെല്ലാവരും വലിയ രീതിയിൽ അച്ചടക്കം ലംഘിച്ചു എന്നാണ് കോൺഗ്രസ് നേതൃത്വവും അതുപോലെ UDFിൽ KM മാണി ഉന്നയിച്ച പരാതിയും. പക്ഷേ ഇന്നിപ്പോൾ PC ജോർജ് റിപ്പോർട്ടറോട് പറഞ്ഞിരിക്കുന്നു ഈ വിവാദം ഉയർന്നപ്പോൾ തന്നെ മാണി രാജിവെക്കേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാണിക്ക് അന്വേഷണം കഴിഞ്ഞ് പൂർത്തീകരിച്ച് കുറച്ചുകൂടി മാന്യതയോടെ അന്തസ്സോടെ മന്ത്രിസഭയിൽ തിരിച്ചെത്താമായിരുന്നു. മാണി ആ രാജിവെച്ചിട്ടില്ല. അതാണ് ശ്രീ PC ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, കുറ്റപത്രം അത് ലഭിച്ചാലും രാജിവെക്കില്ല എന്ന മാണിയുടെ ആ പ്രസ്താവന, അത് കുറ്റപത്രത്തെക്കുറിച്ച് കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും ശ്രീ PC ജോർജിനും ഇല്ലാത്ത ചില ധാരണകൾ മാണിക്കുണ്ടായിട്ടാകാം എന്ന് പറയുന്നു. മാത്രമല്ല മാണിയുടെ രാജി അതുപോലുള്ള കാര്യങ്ങൾ അത് പാർട്ടി ചർച്ച ചെയ്യാൻ വേണ്ടി ഉന്നതാധികാര സമിതി യോഗവുമുണ്ട്. പാർട്ടി കമ്മിറ്റിയിലാണ് അത്തരം ചർച്ചകൾ നടക്കുക. അപ്പോൾ PC ജോർജിന് ഇത് പറയാം, നിങ്ങൾക്ക് പറയാൻ പാടില്ല. എന്തുകൊണ്ടിത്? ശ്രീ അജയ് തറയിൽ.
അല്ല, ഞാന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പ്രതികരിക്കാൻ ഓരോ സാഹചര്യങ്ങളിലും ഓരോ വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്തത്. പി സി ജോർജ് അന്ന് ആദ്യം നമ്മുടെ സോളാർ കേസ് വന്നപ്പോൾ പറഞ്ഞു ഇത് 1000 കോടി രൂപയുടെ അഴിമതിയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ തന്നെ കോലാഹലങ്ങൾ നടത്തി. ഗവൺമെന്റിനെതിരെയും മുഖ്യമന്ത്രിയെയും വളരെ പ്രതിക്കൂട്ടിൽ നിർത്തിയുണ്ടായി. അതുപോലെ തന്നെ ശ്രീ കെ എം മാണിയുടെ അഴിമതി ആരോപണം ശ്രീ ബിജു രമേശൻ പറഞ്ഞപ്പോൾ ഇത് കോൺഗ്രസ് രംഗത്തെ എ ഗ്രൂപ്പുകാരാണ് ഇതിന്റെ പിന്നിലെന്ന് ശ്രീ പി സി ജോർജ് ആരോപണം ഉന്നയിച്ചു. അതുപോലെ ശ്രീ നിഷാമിന്റെ കേസിൽ ആഭ്യന്തര വകുപ്പിനെയും അതുപോലെ കുറെ എ ഗ്രൂപ്പ് നേതാക്കന്മാരെയും അദ്ദേഹം പ്രതിക്കൂട്ടി നിൽക്കാൻ കൂട്ടാൻ ശ്രമിച്ചു. ഇതൊന്നും കേട്ടിട്ട് ഇതിനൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അധികാരമാണ് എന്ന് വലുതെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ് ഒരു പക്ഷത്തിൽ നിൽക്കുന്നത്. അതിനോട് പ്രതികരിക്കാതെ കേരളത്തിലെ നിരപരാധികളായ കേരളത്തിലെ കോൺഗ്രസുകാരുടെ വികാരങ്ങൾക്കനുസരിച്ച് സംസാരിക്കുന്ന ചില ആളുകളോട് അവരെ മാത്രം ശ്രീ കെ എം മാണി വളരെ ഇതായി UDF യോഗത്തിൽ തെറ്റായി പോയിരിക്കുന്നു, അവർ നിലനിർത്തുന്നു എന്നൊക്കെ പറയുന്ന ഇരട്ടത്താപ്പ് ഇവിടെ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു പ്രശ്നമാണ്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവിടെ രാജിവെക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചാർജ് ഷീറ്റ് കൊടുത്താൽ രാജിവെക്കില്ല, അതൊക്കെ പഴയ കാലത്താണ്. ഇപ്പൊ ശിക്ഷ അനുഭവിച്ചിട്ടും മന്ത്രിമാരായിരിക്കുന്നവരുണ്ട്. ഇപ്പൊ ശിക്ഷിച്ചാൽ ഓട്ടോമാറ്റിക്കായി മെമ്പർ സ്ഥാനം പോകുന്ന ഒരു നിയമമാണ് ഇന്ത്യയിൽ ഉള്ളത്. അതൊന്നും മനസ്സിലാൻ അറിയില്ല എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഞങ്ങളാരും പ്രതികരിക്കുന്നില്ല. അത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രൊലോഗേറ്റീവായ അധികാരത്തിൽ നിൽക്കുന്ന കാര്യമാണ്, അദ്ദേഹം തീരുമാനിക്കേണ്ട വിഷയമാണ്. അങ്ങനെയല്ല ശ്രീ അജയ് തറി, താങ്കൾ തന്നെ പറഞ്ഞു ശിക്ഷിക്കപ്പെട്ടാൽ അധികാരത്തിൽ തുടരാൻ കഴിയാത്ത ഒരു നിയമം നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിന് ശേഷവും ആ കുറ്റപത്രം കിട്ടിയാലും രാജിവെക്കില്ല എന്ന് മാണി പറയുമ്പോൾ അതിനുശേഷവും മുഖ്യമന്ത്രിക്ക് അതിൽ വിവേചനാധികാരത്തിലൂടെ അദ്ദേഹത്തെ തുടരാൻ അനുവദിക്കാം എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ നിലപാടാണോ? ആ രീതിയിലാണോ അത് കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, അതെല്ലാം മുഖ്യമന്ത്രി അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയും. മുഖ്യമന്ത്രി ആണ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഞങ്ങൾ ആരും അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ള അർഹരല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അക്കാര്യം സൂചിപ്പിച്ചത്. വ്യക്തമാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ബാർക്കോഴ വിവാദത്തിൽ മാണിക്ക് വീഴ്ച പറ്റിയെന്ന് ചന്ദ്രചൂഡൻ പറഞ്ഞു കഴിഞ്ഞു. ബിജു രമേശിനെതിരെ പരാതി കൊടുക്കാൻ 3 മാസം എടുത്തത് പല സംശയങ്ങളും ഉണ്ടാക്കി. ബാർക്കോഴയെക്കുറിച്ച് കേരള കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണം. ഇങ്ങനെയെല്ലാം ഇന്നിപ്പോൾ അരുവിക്കരയ്ക്ക് പകരം 2 സീറ്റ് വേണം എന്ന് ചോദിക്കുന്നു ചന്ദ്രചൂഡൻ. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇപ്പോൾ അസീസിൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞു, അത് RSPക്ക് നൽകാമെന്ന് UDFൽ ധാരണയായി എന്ന് പറയുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള ഡെപ്യൂട്ടി സ്പീക്കർ പദവി വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാം പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാലും മാണിയുടെ കാര്യത്തിൽ തെറ്റുപറ്റി എന്നാണ് ഇപ്പോൾ കേരളത്തിൽ മുന്നണിയുടെ ഭാഗമായ RSPയുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല പറയുന്ന, RSP പറയുന്നു, മറ്റൊരു രീതിയിൽ PC ജോർജ് പറയുന്നു, അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നു. അപ്പോൾ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ അത് ശരിവെക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം UDFനകത്ത് രൂപപ്പെട്ടിരിക്കുന്നു. ശ്രീ അജയ് തറയിൽ. അല്ല, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് പറയാൻ കഴിയില്ല. അത് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ ഘടകകക്ഷിയുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ ഒരു കാര്യം വളരെ അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൊടുത്ത ഒരു കത്ത്, ആ കത്ത് ക്വിക്ക് വെരിഫിക്കേഷന് വിടുകയും അതിനുശേഷം FIR ഇടുകയും തീരുമാനിച്ച് FIR ഇട്ട് മുന്നോട്ട് പോവുകയാണ്. അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നത് കേരളത്തിലെ നിയമവ്യവസ്ഥയോടുള്ളൊരു വെല്ലുവിളിയാണ്. ആഭ്യന്തരമന്ത്രി അഴിമതിക്കെതിരെ ഒരു പരസ്യമായി നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ പക്ഷപാതപരമായി സ്വജനപക്ഷപാതം കാണിക്കണമെന്നാണ് പറയുന്നത്. അത് ശരിയല്ല. അദ്ദേഹം നിഷ്പക്ഷമായി വിജിലൻസിന്റെ കയ്യിലേക്ക് നിങ്ങളുടേതായ നിയമപരമായ എല്ലാ ചുമതലകളും നിർവഹിക്കൂ എന്ന് പറഞ്ഞ ഒരു ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് ശ്രീ മാണി സാർ നടത്തിയ പ്രസ്താവനകൾ ശരിയായില്ല എന്നൊരു അഭിപ്രായം വരിക്കും. ദയവായി തുടരുക. ശ്രീ PC ജോർജ്,
താങ്കൾ ചില കാര്യങ്ങൾ താങ്കൾ ഒരേ ഭാഗത്ത് കേരള കോൺഗ്രസിൻ്റെ ഏക വൈസ് ചെയർമാൻ ആയിരിക്കുമ്പോൾ തന്നെ താങ്കൾ ഒരു അഴിമതി വിരുദ്ധ മുന്നണിയുടെ നേതാവ് കൂടിയാണ്. താങ്കൾ ചില കാര്യങ്ങൾ, ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുന്നു. ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ വക്താക്കൾക്കോ അതല്ലെങ്കിൽ ഇപ്പോൾ ചില സംശയങ്ങൾ ഉന്നയിക്കുന്ന ചന്ദ്രചൂഡനോ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഈ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു കൂടുതൽ ശരി എന്ന് ശ്രീ PC ജോർജ് പറഞ്ഞിരിക്കുന്നു. എന്താണ് അതിലേക്ക് നയിച്ച ഘടകം? പ്രകാശ്, ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് മാണി സാറ് രാജിവെക്കണമെന്നോ അദ്ദേഹം കൈക്കൂലി പിടിച്ചതോ ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. പ്രകാശ് എന്നോട് ഉച്ചയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇപ്പോൾ അദ്ദേഹം രാജിവെക്കണമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടി കമ്മിറ്റിയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചെയർമാൻ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞതിന് അപ്പുറത്തൊരു അഭിപ്രായം ഇല്ല. ഞാനോ മറ്റാളോ പറയുന്നതിനപ്പുറത്ത് അതിന് ഒരു പാർട്ടി കമ്മിറ്റിയുടെ ചർച്ച ആവശ്യമാണ്. എന്നാൽ പാർട്ടി ചെയർമാൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ അഭിപ്രായം തന്നെയാണെന്ന് ഞാൻ പച്ചയ്ക്ക് പ്രകാശോട് പറഞ്ഞതാണ്. പിന്നെ എന്നോട് ചോദിച്ചത് രാജിക്കാര്യം നിങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്തോ? ഞാൻ പറഞ്ഞു ശരിയാണ്, പാർട്ടി കമ്മിറ്റി തുടങ്ങിയത് ആദ്യമേ മാണി സാർ രാജിവെച്ചിരുന്നെങ്കിൽ ഒരു സംശയമില്ല അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് കൊടുത്തുകൊണ്ട് ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടുകയില്ല. ഇപ്പോ പ്രകാശ് പറയുന്നത് കേട്ടാൽ UDF-ായിട്ട് ഞാൻ ഏതാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവർക്ക് തോന്നത്തക്ക രീതിയിൽ അങ്ങനെ തോന്നിയാൽ എനിക്കൊരു വിരോധമില്ല, എനിക്കതിനകത്ത് പ്രശ്നമില്ല. ഞാനത് ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ അജയ് പറയുന്നത് പറഞ്ഞത് എന്താ, 3 കേസ് പറഞ്ഞു. ഞാനൊരു വളരെയും സത്യവിരുദ്ധമായ കാര്യങ്ങൾ പറയാറില്ല. ഇന്നലെയും ഇനിയാന്നും ഒരു ചാനലുകാരോട് ഞാൻ സംസാരിക്കാതിരിക്കുകയാണ് ചെയ്തത്. ഇന്ന് പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും നിങ്ങളിങ്ങനെ വിളിക്കുമ്പോൾ പത്രക്കാർ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നത് മാന്യതയല്ല, ഒരു പൊതുപ്രവർത്തകനാണ്. ആ മാന്യത വെച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇപ്പോഴും ഞാൻ ആ അഭിപ്രായം പറയുന്നത് മാണി സാർ രാജിവെക്കുന്ന കാര്യം പാർട്ടി കമ്മിറ്റിയിൽ ഒരിക്കലും ഒരു തീരുമാനമായ കാര്യമല്ല. ആകപ്പാടെ കഴിഞ്ഞ ആദ്യത്തെ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട TS ടോണി അഭിപ്രായ കമ്മിറ്റി പറയുകയും മാണി സാർ തന്നെ പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും രാജിവെക്കുന്നതിന് പുള്ളിക്കെതിരില്ല എന്ന നിലയായിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം രാജിവെക്കുന്ന നില വിട്ടുപോയി. അദ്ദേഹം നിരപരാധിയാണെന്ന് സത്യം നിലനിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളപ്പോ അദ്ദേഹത്തോട് രാജിവെക്കാൻ. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ PC ജോർജ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾ പറയുന്നത് ഈ കുറ്റപത്രം നൽകിയാലും രാജിവെക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ കുറ്റപത്രത്തെക്കുറിച്ച് ഒരു ധാരണ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണല്ലോ? അതല്ലെങ്കിൽ മാണി പറഞ്ഞാൽ മതിയല്ലോ, ഞാനിപ്പോൾ കുറ്റപത്രമൊന്നും എനിക്കുണ്ടാകില്ല, അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എനിക്കൊരു കുറ്റപത്രവുമില്ല, കാരണം ഞാൻ നിരപരാധിയാണ്, അന്വേഷണത്തിൽ അങ്ങനെ ഒന്നും കണ്ടെത്തലുണ്ടാകില്ല എന്ന് ആർജവത്തോടെ പറയുന്നതിന് പകരം അദ്ദേഹം കുറ്റപത്രം വന്നാലും രാജിവെക്കില്ല എന്ന് പറയുമ്പോൾ അതിൽ ചോദിച്ചതിലും പറഞ്ഞതിലും ഒരു 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 പ്രശ്നമുണ്ട്. താങ്കൾക്കും കേരള കോൺഗ്രസും അറിയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ KM മാണിക്ക് അറിയാമെന്ന് താങ്കൾ പറയുമ്പോൾ അതിലെന്താണ് ഒരു വ്യക്തത? ആവശ്യമില്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പോ കുറ്റപത്രം മാണി സാറിന് കൊടുക്കുമെന്ന് മാണി സാർ പറയുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. കുറ്റപത്രം കിട്ടിയാലും ഞാൻ രാജിവെക്കില്ല എന്ന് അദ്ദേഹം പറയണമെങ്കിൽ 50 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ് KM മാണി എന്ന് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയ വടവൃക്ഷം. അങ്ങനെയുള്ള മാണി സാറ് അങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി പറയണമെങ്കിൽ എന്തോ അതിനകത്തുണ്ട്. അദ്ദേഹത്തെ വേദനിപ്പിച്ച കാര്യമായിരിക്കാം, അത് അദ്ദേഹത്തിന് സംശയം തോന്നിയ കാര്യമായിരിക്കാം, അത് എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം 21-ാം തീയതി പാർട്ടി കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ആ പാർട്ടി കമ്മിറ്റിയിൽ മാണി സാർ കമ്മിറ്റിയിൽ അത് പറയും, ഒരു സംശയം വേണ്ട. അങ്ങനെ പറയുന്ന സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കി ഇതിനെ മറുപടി പറയാൻ കഴിയൂ എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. നേരത്തെ പറഞ്ഞു ശ്രീ PC ജോർജ്, അത് അങ്ങനെയാകാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഒരു സംശയം KM മാണി ഉയർത്തുന്നത്? ഇപ്പോൾ ശ്രീ അജയ് തറയിൽ പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തലയെക്കുറിച്ചും ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണത്തെക്കുറിച്ചും ഒരു സംശയം ഉന്നയിക്കുക എന്ന് പറയുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന്. എന്തുകൊണ്ട് KM മാണി അദ്ദേഹത്തോടൊപ്പം മന്ത്രിയായിരിക്കുന്ന ആഭ്യന്തരമന്ത്രിക്കെതിരെ സംശയം ഉയർത്തുന്നു? നിയമവ്യവസ്ഥയെ അജയ് തറയിൽ പറയുന്ന രീതിയിലാണെങ്കിൽ വെല്ലുവിളിക്കാൻ ഒരുങ്ങുന്നു. പ്രകാശ് ചെയ്യേണ്ടത് നേരെ KM മാണി സാറിന്റെ ഫോൺ നമ്പർ അങ്ങോട്ട് വിളിക്കണം, അദ്ദേഹത്തോട് ചോദിക്കണം, അദ്ദേഹം പറയട്ടെ. എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും?
ഏതായാലും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇതുവരെ മാണി സാർ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എന്നോട് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയെ പറ്റി നല്ല പൊക്കിയാ പറയുന്നത്. പിന്നെ മാണി സാർ അങ്ങനെ മാറി പറഞ്ഞെങ്കിൽ എനിക്കറിയില്ല, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ എനിക്കങ്ങനെ കരുതാൻ കഴിയും. ഏതായാലും രമേശ് ചെന്നിത്തല മാണി സാറിനെ കൊടുക്കാൻ നടക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രമുള്ള അബദ്ധമൊന്നും എനിക്കില്ല. ശ്രീ പി സി ജോർജ്, ഇന്നിപ്പോൾ TJ ചന്ദ്രചൂഡൻ പറഞ്ഞിട്ടുണ്ട്, സംശയങ്ങളുണ്ട് മാണിയുടെ പല നടപടികളും. അതുപോലെ തന്നെ ബിജു രമേശിൻ്റെ കാര്യത്തിൽ അതിന് മറുപടി നൽകാൻ വൈകിയത്, അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ് അയക്കാൻ സമയമെടുത്തത്, അതിനെക്കുറിച്ചെല്ലാം പല സംശയങ്ങളും ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പരാതി കൊടുക്കാൻ 3 മാസമെടുത്തു, അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ RSPക്ക് KM മാണിയുടെ കാര്യത്തിൽ ബാർക്കോഴ വിവാദത്തിൽ RSPയുടെ ഒരു അഭിപ്രായം മാണിക്ക് അതിൽ വീഴ്ച പറ്റി എന്നാണ്. ഇപ്പോൾ പന്തളം സുധാകരനും ശ്രീ അജയ് തറയിലുമെല്ലാം അക്കാര്യം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ LDFിൻ്റെ സമരം അവിടെ നിൽക്കട്ടെ, UDFിൽ നിന്ന് എന്തുകൊണ്ടാണ് മാണിയുടെ കാര്യത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉയരുന്നത്? അതുപോലെ KM മാണിക്ക് UDFിനെ കുറിച്ച്, അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിൻ്റെ ഉള്ളിൽ ഗൂഢാലോചന നടന്നു എന്ന സംശയം കൂടുതൽ ശക്തിപ്പെടുന്നത്? ഞാൻ എന്താണ് ഇതിന് മറുപടി പറയുക, എനിക്കറിയില്ല. എല്ലാം അറിയാവുന്നയാളാണല്ലോ ശ്രീ പി സി ജോർജ്, എല്ലാത്തിനെ കുറിച്ച് അഭിപ്രായവുമുണ്ട്. അറിയാവുന്ന എല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കാൻ പറ്റുമോ പ്രകാശേ? അറിയാവുന്നതെല്ലാം വിളിച്ചു പറയാൻ പറ്റുമോ? രാഷ്ട്രീയമല്ലേ. വരട്ടെ, 21-ാം തീയതി പാർട്ടി കമ്മിറ്റി കൂടുന്നുണ്ട്. ആ കമ്മിറ്റി വെച്ച് മാണി സാർ പറയട്ടെ. ഇപ്പോ മാണി സാർ രാജിവെക്കണമെന്ന് ചന്ദ്രചൂഡൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കാം. അദ്ദേഹം അങ്ങനെ ചന്ദ്രചൂഡൻ അങ്ങനെ ചെറുതൊന്നില്ല, എത്രയോ പോലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാ. വ്യക്തമാണ്. ദയവായി താങ്കൾ തുടരുക. ശ്രീ ജേക്കബ് ജോർജ്, ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? കോൺഗ്രസിൽ നിന്ന് KM മാണിക്കെതിരെ ഭിന്നാഭിപ്രായം ഉയരുന്നു, അതിനെ ഉമ്മൻചാണ്ടി അച്ചടക്കത്തിൻ്റെ വാൾ ഉപയോഗിച്ച് തടുക്കുന്നു. അതേസമയത്ത് ഇപ്പോൾ TJ ചന്ദ്രചൂഡൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്ന് പറയുമ്പോൾ പോലും അത് വേണമെങ്കിൽ വാങ്ങാം, പക്ഷേ മാണിക്കെതിരായ നിലപാട് കുറച്ചുകൂടി കർക്കശമാക്കുന്നു, മാണിയെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്നു. മറ്റൊരു രീതിയിലാണെങ്കിൽ പോലും പി സി ജോർജ് ഇപ്പോഴും ആവർത്തിക്കുന്ന അന്ന് രാജിവെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ 21-ന് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുമെന്നും പറയുന്നു. UDFിൽ LDFിൻ്റെ സമരം ഒരു ഘട്ടത്തിലെത്തി, മാണി ബജറ്റ് അവതരിപ്പിച്ചു. പക്ഷേ UDFിൽ ഇതൊരു പുതിയ ധ്രുവീകരണത്തിലേക്ക് വഴി വയ്ക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ മാണിയെ മാത്രമാണോ ഉമ്മൻചാണ്ടിയെ കൂടി ലക്ഷ്യം വെക്കുന്നതല്ലേ ആ നീക്കം? അല്ല, ധ്രുവീകരണം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് UDFിനകത്തൊരു അയവ് വന്നിട്ടുണ്ട്, അതിന്റെ കെട്ടുറപ്പിന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്, പഴയ കെട്ടുറപ്പില്ല. പിന്നീട് ഇതിനകത്ത് ബന്ധപ്പെടുന്ന ആ കക്ഷികളൊക്കെ, ഈ പ്രസ്താവന നടത്തുന്ന കക്ഷികളും നേതാക്കന്മാരും ഒക്കെ ഒരു ക്രൈസിസിൽ നിന്ന് തങ്ങൾക്ക് എന്ത് ലാഭമുണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോ കെട്ടുറപ്പില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഘടകകക്ഷികളിൽ മേലുള്ള നിയന്ത്രണം പഴയതുപോലെ ഇല്ല. ഇപ്പോൾ TJ ചന്ദ്രചൂഡൻ, RSP, അവർക്കൊരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടുന്നു എന്ന് പറയുമ്പോൾ പോലും അവർ KM മാണിക്ക് എതിരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേറെയും ചില ലക്ഷ്യങ്ങളുണ്ട്. കൂടുതൽ സീറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക്, അപ്പൊ പാർട്ടിക്ക് വളരണം, പാർട്ടിക്ക് സ്ഥാനം ഉണ്ടാക്കണം, അതിന്റെ വിലപേശൽ ശേഷി കൂട്ടണം, അങ്ങനെയൊക്കെയുള്ള താല്പര്യങ്ങളാണ് RSPക്കുള്ളത്. അങ്ങനെ പല ഓരോ പാർട്ടിക്കും ഓരോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാനൊരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ VS അച്യുതാനന്ദൻ കഴിഞ്ഞ ഇടതു മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് TJ ജോസഫ് ഇതുപോലെ ഒരു കേസിൽപ്പെട്ടപ്പോൾ VS അച്യുതാനന്ദൻ വിളിച്ചു വരുത്തിയിട്ട് ആ കടലാസിൽ എഴുതി തന്നേരി PJ ജോസഫെ എന്ന് പറഞ്ഞു. അതിനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് KM മാണിയെ അങ്ങോട്ട് കൈവിടാൻ പറ്റില്ല. KM മാണിയോട് അങ്ങനെ ഒരു നിലപാട് VS അച്യുതാനന്ദൻ TJ ജോസഫിനോട് സ്വീകരിച്ചതുപോലെയുള്ള നിലപാട് KM മാണിയോട് സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്. രാഷ്ട്രീയമായി വലിയ വ്യത്യാസമുണ്ട് ആ കാര്യത്തിൽ UDFും ഇടതുമുന്നണിയും തമ്മിൽ. രണ്ടാമതൊരു കാര്യമുള്ളത്, ഈ ഭൂരിപക്ഷം വളരെ കുറവാണ്. അതുകൊണ്ട് KM മാണി രാജിവെക്കുക ആണെങ്കിൽ പോലും അത് മുന്നണിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇഷ്ടികകൾ ഓരോന്നായിട്ട് അടർന്നു പോകുന്ന പേടിയുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഒരു വിമത ശബ്ദത്തിന് പോലും സമ്മതിക്കാതെ. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ KM മാണിയെ സംരക്ഷിച്ചു നിർത്തേണ്ട ആവശ്യം ആ രീതിയിൽ ഉമ്മൻചാണ്ടിക്കുണ്ടോ? കാരണം കോൺഗ്രസിൽ നിന്ന് ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നു. 25-ന് ചേരുന്ന കോൺഗ്രസിൻ്റെ നേതൃയോഗത്തിൽ ഈ അഭിപ്രായ പ്രകടനങ്ങൾ ശക്തിപ്പെടും എന്നാണ് സൂചന. അതിനെ ഉമ്മൻചാണ്ടിയും VF സുധീരനും എങ്ങനെയെങ്കിലും അടിച്ചമർത്തട്ടെ. ഇപ്പോൾ RSPയിൽ നിന്ന് ഉയരുന്നു. കേരള കോൺഗ്രസിനകത്ത് തന്നെ KM മാണിക്ക് അനുകൂലമായി സംസാരിക്കാൻ, മാണിയെ ന്യായീകരിക്കാൻ ഒരു പ്രധാനപ്പെട്ട MLAയോ നേതാവോ ഇല്ല. ഒപ്പം ചിലപ്പോൾ 1-2 MLAമാർ ബജറ്റ് അവതരണത്തിന് ശേഷം തുള്ളുന്നുണ്ടാകാം, പക്ഷേ പരസ്യമായി ന്യായീകരിക്കാൻ ആരുമില്ല. മാണി കേരള കോൺഗ്രസിൽ ഒറ്റപ്പെടുന്നു,
UDF-ൽ ഒറ്റപ്പെടുന്നു. ബജറ്റ് അവതരണം വരെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കൊണ്ടുപോയ ഈ അവസ്ഥ, അതിൽ വിള്ളലുകൾ വീണു തുടങ്ങിയിട്ടില്ലേ? അതുണ്ട് പ്രകാശ്, വിള്ളലുകൾ ഉണ്ട്. ആ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ മാണിയെ കൈവിടാൻ ഉമ്മൻചാണ്ടിയോ കോൺഗ്രസോ തൽക്കാലം മുൻകൈ എടുക്കത്തില്ല. അതാണ് സ്ഥിതി. മാണി പോവുകയാണെങ്കിൽ മാണി ഒരു സാധാരണ നേതാവല്ല. കേരളത്തിലെ UDF-ന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് KM മാണി. കേരള കോൺഗ്രസ് അല്ല, KM മാണി എന്ന വ്യക്തി, KM മാണി എന്ന രാഷ്ട്രീയ നേതാവ്. ആ നേതാവിന്റെ ശല്യമുണ്ടാക്കിയാൽ UDF-നകത്ത് പ്രശ്നമുണ്ടാകും, കൂടുതൽ അസ്ഥിരത ഉണ്ടാകുമെന്നുള്ള പേടി കോൺഗ്രസ് നേതൃത്വത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. പിന്നെ ഒരു കാര്യം ഇവിടെ പറയട്ടെ പ്രകാശ്, ഇപ്പൊ പറഞ്ഞല്ലോ ഈ ചാർജ് കുറ്റപത്രം കൊടുക്കുകയാണെങ്കിൽ ഞാൻ രാജിവെക്കേണ്ടതില്ല എന്ന് KM മാണി പറഞ്ഞതിനെ കുറിച്ച് എന്റെ അറിവ്, എനിക്ക് കിട്ടുന്ന സൂചനകള് ഒരു ഏപ്രിൽ അവസാനം, ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യോടുകൂടി കുറ്റപത്രം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലും താൻ രാജിവെക്കേണ്ടതില്ല എന്ന് അതിന്റെ ഒരു ഉറപ്പ് ഒരു പക്ഷെ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവാം. ആ ഒരു ഉറപ്പിന്മേലാവാം അത് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മുന്നണി ബന്ധങ്ങളും മുന്നണിക്കകത്തെ സമ്മർദ്ദങ്ങളും വേറൊരു തലത്തിലേക്ക് വ്യാപിക്കും എന്ന് തന്നെയാണ്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. വളരെ നന്ദി ശ്രീ അജയ് തറയിൽ, ശ്രീ ജോണി നെല്ലൂർ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ശ്രീ PC ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.